89.6 FM Sargakshetra. SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ കേൾക്കാനായിട്ട് പോകുന്നത് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഇപ്പം +1 +2 എക്സാം ഒക്കെ കഴിഞ്ഞു. ഒരുപാട് പേര് അവരുടെ ഈ ഒരു കരിയർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇതാണ് എൻ്റെ ഒരു വഴി എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒട്ടുമിക്ക ആളുകൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് വിദേശ പഠനത്തെക്കുറിച്ചാണ്. ഓരോ വർഷവും വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ സാധ്യതകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ്, ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗമൻ എഡ്യൂക്കേഷണൽ സർവീസ്, കൊച്ചി. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ജോ. യെസ്, ഞാൻ ആക്ച്വലി ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻട്രൊഡക്ഷനകത്ത് ഞാൻ പറഞ്ഞതിനേക്കാളും നല്ലത് മാം തന്നെ പറയുന്നതായിരിക്കും. കാരണം എനിക്ക് ചോദിക്കാനായിട്ടുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. കാരണം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഇതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരൻസ് ആണെങ്കിലും ഇതാണ് അവരുടെയും ഒരു ലക്ഷ്യം, ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് ഇന്നത്തെ ഈ ഒരു കാലത്ത്? ജോ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഒരു ഉത്തരമുണ്ട്. വിദേശ പഠനത്തിനുള്ള എല്ലാ വർഷവുമുള്ള എൻക്വയറികൾ കൂടുന്നു, പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാവുന്നു. അപ്പം അതിനെല്ലാം കാരണം അവർക്ക് അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ, ഓവർസീസ് എഡ്യൂക്കേഷനിൽ കൂടെ അവർക്ക് കിട്ടുന്ന ഒരു കൂടുതൽ അവരുടെ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വിദേശ പഠനത്തിനായ ഒരു യാത്ര ആരംഭിക്കുക എന്നത് ഒരു ബിരുദം നേടുന്നതിനേക്കാൾ കൂടുതൽ ഡോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വിദ്യാഭ്യാസം ഒരു ആഗോള സംസ്കാരത്തെ സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സെൽഫ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഏറ്റവും പോസിബിൾ ആകുന്നത് ഇതേപോലുള്ള കൺട്രീസിൽ പോയിട്ട് എക്സ്പ്ലോഷർ, അതായത് മൾട്ടി കൾച്ചറൽ എക്സ്പ്ലോഷറാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ അവർക്ക് പാർട്ട് ടൈം ജോലികൾ ചെയ്യാനും അവരുടേതായ രീതിയിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും എല്ലാമുള്ള ഓപ്ഷൻസ് കൂടുതൽ ഈ ഒരു രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അല്ലേ. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നു, ഉയർന്ന ഒരു നിലവാരമുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പോഷർ, അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. നിരവധി കൾച്ചറൽ എക്സ്പോഷർ ഓൾസോ നമുക്ക് ഈ ഒരു വിദേശ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഓക്കെ, വിദേശ പഠനത്തിന് ഇത്രയും ഫാക്ട്സ് അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ് ഉണ്ടെന്നിരിക്കും, നമ്മുടെ പഠനവുമായിട്ട് ഇതിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. ആ സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. SK Junction. സർഗക്ഷേത്ര 89.6 FM എസ് കെ ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ സംസാരിക്കുന്നത് ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായി നമ്മുടെ കൂടെയുള്ള എക്സ്പേർട്ട് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ്, ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗമൻ എഡ്യൂക്കേഷണൽ സർവീസ്, കൊച്ചി. മാം, ഈ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദേശ പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നൽകുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. സോ നമ്മുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള പഠനവും അല്ലെങ്കിൽ വിദേശ പഠനവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇപ്പം ചിലർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ പഠിച്ചാലും അവിടെ പഠിച്ചാലും ഒരു ജോലി ലഭിക്കാനല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒന്നല്ലേ പഠിക്കുന്നത്, അങ്ങനെ ചില സംശയങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്തുമാത്രമാണ്? സോ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചാലും വിദേശത്ത് പഠിച്ചാലും നമ്മൾക്ക് മെയിനായിട്ടൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദേശ പഠനത്തിൽ കുറച്ചും കൂടുതൽ പ്രാക്ടിക്കൽ അപ്രോച്ച് കുറേ കൂടുതലാണ്. അതായത് ജസ്റ്റ് ഒരു തിയറി ക്ലാസ്സസ് മാത്രമല്ല, ഓക്കെ, അതിലും കൂടുതൽ ഉപരിയായിട്ട് പ്രാക്ടിക്കൽ അപ്രോച്ചാണ് കൂടുതൽ. പിന്നെ റിസർച്ച് ഓറിയൻറ്റഡ് ഫാക്കൽറ്റീസ്, അതുപോലെയുള്ള ഒരു എക്സ്പ്ലോഷേഴ്സ് ഉണ്ട്. പിന്നെ കോമ്പിനേഷൻ ഓഫ് കോഴ്സസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് വി ഡോണ്ട് ഹാവ് മോസ്റ്റ്ലി ഇൻ ഇന്ത്യ. നമുക്കിവിടെ ഒരു ബാച്ചിലേഴ്സ് എടുത്താലും അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് എടുത്താലും കോമ്പിനേഷൻ കോഴ്സസ് കൂടുതൽ, മാക്സിമം ഒരു 2 കോഴ്സ്, അങ്ങനെ ഒരു 2 സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 മൊഡ്യൂൾസ് കോമ്പിനേഷൻസേ ഉള്ളൂ. അതിൽ കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. പക്ഷെ വിദേശത്ത് എല്ലാ ഈ പറയുന്ന ഏത് കൺട്രീസിലും കോമ്പിനേഷൻ കോഴ്സസ് ഒരുപാടധികമുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഒരു ഒരു ടോപ്പിക് എടുത്താൽ അതിൻ്റെ കൂടെ വേറൊരു ടോപ്പിക്കും കൂടെ പഠിച്ചാൽ ആ ഒരു ഫ്യൂച്ചറിൽ നമുക്കൊരു ജോലി അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോറൻസിക് സയൻസ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ് അല്ലേ. പക്ഷെ അതിൻ്റെ കൂടെ ഒരു AI കൂടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റിയും കൂടെ ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടെങ്കിലും വളരെ ഫ്യൂ യൂണിവേഴ്സിറ്റീസോ കോളേജിൽ ഒരു ക്ലാസ്സസ്
ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ വിദേശത്താണെങ്കിൽ ഇത് വളരെ കോമൺ ആയ ഒരു കോഴ്സാണ്. അപ്പം ഇനിയാണെങ്കിലും നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഈ പറയുന്ന AI-യും അതുപോലെ കമ്പ്യൂട്ടർ സയൻസും സൈബർ സെക്യൂരിറ്റിയൊക്കെ ഒരുപാട് അപ്ലിഫ്മെൻറ്റ് നമുക്ക് തരാൻ പറ്റുന്ന കോഴ്സുകളാണ്. അപ്പോൾ അതുപോലെ കോമ്പിനേഷൻ ഓഫ് കോഴ്സസും പ്രാക്ടിക്കൽ അപ്രോച്ചും വളരെയധികം കൂടുതലാണ് ഈ വിദേശ പഠനം ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം തരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഒരു കരിയർ പ്രോസ്പെക്ട്സ് ഉയർത്താനായിട്ട് വിദേശ പഠനം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതെ, നമുക്ക് ഇവിടത്താണെങ്കിലും നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ക്ലാസ്സസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് റൂം സ്റ്റഡി അതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല, ഒരാഴ്ചയിൽ തന്നെ 2-3 ക്ലാസ്സസേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി സമയം കൂടുതലും അവർ ഇതുപോലെ പ്രൊജക്ട്സ് ചെയ്യുക, അസൈൻമെൻറ്റ്സ് ചെയ്യുക. അപ്പോൾ അതിലെല്ലാം നമ്മൾ സ്വയം പഠിച്ച് അതിൽ ആ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു പഠനം എന്ന് പറയുന്നത് ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നല്ല ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അവിടെ നോക്കും, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത് എന്ന ആളുകൾ നോക്കുന്നുണ്ട് ഹയർ ചെയ്യണം ആവശ്യം വരുമ്പോൾ. അപ്പം ഏതാണോ ബെസ്റ്റ്, ചൂസ് ദ ബെസ്റ്റ് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിൽ നോക്കുമ്പോൾ. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ഫ്രോഡായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഓക്കെ, ഞാനെന്നാൽ വിദേശത്ത് പഠിക്കാനായിട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവർ ഓരോ ഏജന്റുമാർ ഇവരെ വന്ന് സമീപിക്കാറുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേര് പെട്ടുപോകാറുണ്ട്. അപ്പോൾ വിദേശ പഠനം പുറത്തുപോയി പഠിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പെട്ടുപോകുന്ന പല കഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മുടെ ചുറ്റുപാടും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം വിദേശ പഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അവരുടെ സ്റ്റുഡൻസ് വിസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏജന്റുമാരെ സമീപിക്കുന്നതായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതായിക്കോട്ടെ, ഒരു കൺട്രി ഏതാണ് അവർ ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ വിദേശ പഠനത്തെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സാധ്യതകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള എക്സ്പേർട്ട് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ്, ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസ്, കൊച്ചി. മാം, ഈ ഒരു ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ഏജൻറ്റ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ എന്താണ് ഒരു സ്റ്റുഡൻറ്റ് വിദേശ പഠനം സ്വീകരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പം ഏജന്റ് ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവിടെ ഒരു ഏജന്റിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഏജന്റിനാണ് നിങ്ങളെ കറക്റ്റായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിലും ഒരു കോഴ്സിലും എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫ്രാഗ്മൻ എഡ്യൂക്കേഷൻ സർവീസസിന് ഫ്രാഗ്മൻ എന്ന ഒരു കമ്പനിയുടെ 70 years ഓഫ് ഗ്ലോബൽ ഇമിഗ്രേഷൻ എക്സ്പെർട്ടൈസ് ലെഗസി ഉണ്ട്. സോ നമ്മൾ ഈ ലീഗൽ ഇമിഗ്രേഷൻ ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം 70 years ആയിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ലീഗൽ ഇമിഗ്രേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 140 കൺട്രീസിലാണെങ്കിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾക്കാണ് കൂടുതലും ആദ്യം ഇൻഫർമേഷൻ കിട്ടുന്നത്. സോ ഒരു ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യുക. ബിക്കോസ് അവരെത്ര വർഷമായി ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, അവരുടെ മെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർ റെക്കഗ്നൈസ്ഡ് ആണോ, രജിസ്റ്റേർഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസിനെ ഇപ്പം ഏജൻസികൾ പറ്റിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണെങ്കിലും അവരുദ്ദേശിക്കുന്ന ഒരു കോഴ്സിലൊന്നും ആയിരിക്കില്ല ചിലപ്പം അവരെത്തിപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പം ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി തീർച്ചയായിട്ടും നിങ്ങൾ നടത്തേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത്? ആദ്യം ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് ആ സ്റ്റുഡൻറ്റിന് പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കൺട്രിയും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം പേഴ്സണൽ അസസ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ഇറ്റ് കംസ് ടു ചൂസിങ് എ യൂണിവേഴ്സിറ്റി ദർ സോ മെനി തിങ്സ് യു ഹാവ് ടു കൺസിഡർ. അതിൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, അവരുടെ റെക്കഗ്നിഷൻ, പിന്നെ അവർക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ്സ്, അത് സ്റ്റാർ റേറ്റഡ് ആണോ, ഗോൾഡൻ സ്റ്റാർ, സിൽവർ സ്റ്റാർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്കറിയില്ല, ഇപ്പോൾ ഒരു UK അല്ലെങ്കിൽ US ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, പക്ഷേ
അത് എത്രമാത്രം വർഷങ്ങളായിട്ട് ഉള്ളതാണ്, എത്ര ഓൾഡ് യൂണിവേഴ്സിറ്റിയാണ്, അവർക്ക് എന്തെല്ലാം റെക്കഗ്നേഷൻസ് ഉണ്ട്, പിന്നെ QS റാങ്കിങ്ങിലുള്ളതാണോ, അങ്ങനെ ഒരുപാട് റാങ്കിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിലെല്ലാം ഉള്ള ലിസ്റ്റഡ് ആണോ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും ഇൻഫർമേഷൻ. എന്നാലും അതിൽ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റ് എഡ്യൂക്കേഷണൽ സർവീസിൻ്റെ സർവീസസ് എന്തൊക്കെയാണെന്ന് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ പഠനത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസസ് കൊച്ചി. മാം, നമ്മൾ വിദേശ പഠനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്കറിയേണ്ടത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏജന്റിനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരുപാട് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അതിൽ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത്രയും അവർ നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ വിശ്വസ്തത അവർ നേടിയെടുക്കുന്ന രീതിയിലായിരിക്കും. പക്ഷേ അവിടെയാണ് നമുക്ക് നമ്മുടെ ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസസ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് മാറി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത്. കാരണം 70 വർഷത്തിലധികമായിട്ടുള്ള ഒരു ലീഗൽ മിഗ്രേഷൻ സർവീസസ് നൽകുന്നുണ്ട്. ആൻഡ് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഒരു ഡ്രീമാണ് ഓക്കെ വിദേശത്ത് പോയി പഠിക്കുക, അവിടെ എനിക്കൊരു കരിയർ ബിൽഡ് ചെയ്യുക, എൻ്റെ കരിയർ സാധ്യതകൾ ഉയർത്തുക എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് കൈ പിടിച്ചുയർത്താനായിട്ട് ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസസ് എങ്ങനെയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, സോ ഇവിടെ നമ്മളുടെ അടുത്ത് ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ അസസ്മെൻ്റ് ആണ് ആദ്യം ചെയ്യുന്നത്. ബിക്കോസ് ഓരോ സ്റ്റുഡൻറ്റിനും പ്രൊഫൈൽ ഈസ് ഡിഫറെൻറ്റ്, റൈറ്റ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ഉള്ള ഡിഫറൻസ്, പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി, കേപ്പബിലിറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ അസസ്മെൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾക്ക് ആ സ്റ്റുഡൻറ്റിന് ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സും ഒരു യൂണിവേഴ്സിറ്റിയും എല്ലാം കൊടുക്കാൻ പറ്റുന്നത്. അപ്പം FES യൂസസ് ആൻ ഇൻഡെപ്ത് അക്കാഡമിക് പ്രൊഫൈലിംഗ് പ്രോസസ് ടു അലൈൻ സ്റ്റുഡൻസ്. ഓക്കെ, അതിൽ തന്നെ നമുക്കൊരു ഒപ്റ്റിമൽ പ്രോഗ്രാംസും ഡെസ്റ്റിനേഷൻസൊക്കെ അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ കൂടുതലായിട്ട് സ്റ്റുഡൻസിനെ നമ്മൾ അവരുടെ ഒരു ഗ്ലോബൽ ഫുട് പ്രിൻറ്റ്സിൽ കൂടെ നമ്മളവരെ മാച്ച് ചെയ്യുക. അതായത് യൂണിവേഴ്സിറ്റീസ് ബേസ്ഡ് ആയിട്ടുള്ള റെലവൻറ്റ് കോഴ്സുകളായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമ്മൾക്ക് ഒരുപാട് രീതികളുണ്ട്. അതായത് ഒരു ഡെസ്റ്റിനേഷൻ, നമ്മളെങ്ങനെയാണ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമൈസ്ഡ് കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇൻസൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ട്രക്ചേർഡ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫെസിലിറ്റീസ്, അതായത് നമുക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ്, അപ്പോൾ അതിനെ മാച്ച് ചെയ്ത് നമുക്കൊരു കൺട്രി അല്ലെങ്കിൽ ഒരു കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ എൻഡ് ടു എൻഡ് പ്രോസസ്സ്, അതായത് ഫ്രം ദ സ്റ്റെപ്പ് 1 പേഴ്സണൽ പ്രൊഫൈൽ അസസ്മെൻറ്റ് ടിൽ ദ വിസ. ഓക്കെ, ഈ ഒരു എൻറ്റയർ പ്രോസസ്സിലെ ജേർണി നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അതും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ തന്നെ ആയിരിക്കും അവരുടെ എൻറ്റയർ പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഓക്സിലറി സർവീസസ് നമ്മൾ കൊടുക്കുന്നത്, IELTS ട്രെയിനിങ്, പിന്നെ അതുപോലെ നമ്മൾക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും വി ഹാവ് ടൈ അപ്പ് വിത്ത് ബാങ്ക്സ്. സോ അങ്ങനെയുള്ള ഒരുപാട് ഓക്സിലറി സർവീസസ്. പിന്നെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും, പേരൻസിന് ടെൻഷൻ ആവുകൊണ്ട് ഓക്കെ വിസ കിട്ടി, ഇനി നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ സ്റ്റേ, അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ഓക്സിലറി സർവീസസും നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും, ഒരു 100% എൻഡ് ടു എൻഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ ലൈഫ് സൈക്കിൾ ഓഫ് ദിസ് പ്രോസസ് ഇസ് ഹാൻഡിൽഡ് ബൈ FES. സോ അവിടെ നിങ്ങൾക്ക് ഹാസൽ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തെടുത്ത് ടിൽ ദ എൻഡ്, ദാറ്റ് ഇസ് വിസ, അതുവരെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു FES ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കും? ഓക്കെ, നമ്മളുടെ മെയിൻ ഓഫീസ് വരുന്നത് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിൽ ടവർ 1 ടവർ 2 ആണ്. അപ്പോൾ നമ്മളുടെ ബ്രാഞ്ച് ഓഫീസ് വരുന്നത് എടപ്പള്ളി ഒബ്റോൺ മോൾ 3rd ഫ്ലോറിലാണ്. അതുപോലെ നമുക്ക് പാൻ ഇന്ത്യ 12 ഓഫീസുകളും ഉണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, അതുപോലെ നമ്മൾക്ക് പാൻ ഇന്ത്യ 12 ഓഫീസുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ അവിടുന്ന് ഒരു റെസ്പോൺസ് കിട്ടും. നിങ്ങളുടെ ഒരു സിംഗിൾ സ്റ്റെപ്പ് അസസ്മെൻറ്റിൽ തന്നെ ഒരു മാച്ചിങ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് കൗൺസിലറുമായിട്ട് നിങ്ങൾക്കൊരു കോൾ അറേഞ്ച് ചെയ്യും.
അത് നിങ്ങൾക്ക് പേഴ്സണലി ആണെങ്കിലും നമ്മളെ വന്ന് കാണാം. ഇനിയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സൂം സെക്ഷൻസ് വഴിയോ ഗൂഗിൾ മീറ്റ് വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ അങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസസ് നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ടു അറിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വിദേശ പഠനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ കേൾക്കുന്നത് ഓവർസീസ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്, വിദേശ പഠനത്തെക്കുറിച്ച് പറയാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് എഡ്ടെക് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസ് കൊച്ചി. മാം, നമ്മൾ ഈ ഒരു വിദേശ പഠനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പാഷൻ അനുസരിച്ചാണ് അവർ ഓരോ സ്ട്രീംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതായിരിക്കണം അവർ എടുക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ കരിയറിനെ ഗ്രോത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എബ്രോഡിൽ അവർ പഠിക്കാനായിട്ട് ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ആ ഒരു ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു സ്റ്റഡിങ് എബ്രോഡ് എങ്ങനെയാണ് നമ്മുടെ ഒരു കരിയർ സാധ്യതകളെ വളർത്തുന്നത്, എങ്ങനെയാണ് അവിടെ എന്തുമാത്രം ജോലി സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഇപ്പോൾ ജോ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത് ഒരു എംപ്ലോയബിലിറ്റിക്കാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ ബേസ് ചെയ്തൊരു ജോലി, ബിക്കോസ് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യുന്നതിൽ തൊട്ട് നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു ഗുഡ് എംപ്ലോയബിലിറ്റിയാണ് അല്ലേ. നല്ലൊരു ജോലി കിട്ടുക, നല്ലൊന്ന് സെറ്റിലാകുക, എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു ലൈഫിൻ്റെ ഒരു വളരെ ടേണിംഗ് പോയിൻ്റ് ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫ്യൂച്ചർ കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് മിസ്റ്റേക്സ് പറ്റുന്നതും അവിടെയാണ് നമ്മളുടെ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്. അപ്പം നമ്മളെങ്ങനെ ഈ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു, FES എങ്ങനെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ we enhances this advantage of connecting students with Fortune 500 career networking, and we support for internships, and even we do job placements through strategic partners. സോ ഇവിടെയെല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ഓൺ ഓപ്പറേഷൻസ് ഉള്ളത് കാരണം എനിക്ക് ആ ഒരു അഷ്വറൻസ് തരാൻ പറ്റും. നിങ്ങളുടെ ഒരു കരിയർ പ്രോസ്പെക്റ്റിലും നമ്മളുടെ ഒരു ഇമ്പാക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ മാം, അപ്പം മാമിനിപ്പം 70+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മുടെ ഫ്രാഗ്മെന്റ് എന്ന പാരൻറ്റ് കമ്പനിക്ക് ഉണ്ട്. ആൻഡ് ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസസ് ഒരുപാട് കുട്ടികളുടെ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഏത് കൺട്രി ആയിരിക്കും ഓൾമോസ്റ്റ് കൂടുതലും കുട്ടികൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു പാഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഓക്കെ ഇന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പം അവരുടെ എല്ലാം ഇപ്പോൾ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് നടത്തുന്നതിൽ ഈ ഒരു ക്വസ്റ്റ്യനും ഒക്കെ വരുമായിരിക്കാം. അപ്പം ഏതാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്, ഏത് ഓപ്ഷനാണ്? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഇത്രയും വർഷം കണ്ടുവരുന്ന എക്സ്പീരിയൻസിൽ നമുക്കിപ്പം എക്സാക്ട് ഒരു കൺട്രി ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളതെല്ലാം മാറിയിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ളൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ എല്ലായിടും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ US ആയിരുന്നു. ഓക്കെ, ബിക്കോസ് IT കമ്പനികൾ, അവിടെയുള്ള കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ Ivy League യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അതൊക്കെ ഒരു വളരെ വളരെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. പക്ഷേ അവിടെ വന്ന ഓരോ റൂൾ ചേഞ്ചസും മാറ്റവും എല്ലാം ആ ഒരു ഡിസിഷൻ തന്നെ ആകെ മാറിയിരിക്കുന്നു ഇപ്പോൾ. അപ്പം നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രീസാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റുഡൻസ് ചോദിച്ചു വരുന്നത്. ബിക്കോസ് പല റീസൺസ് ഉണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഈ പൊളിറ്റിക്കൽ റീസൺസ് ഒക്കെ വരുന്നുണ്ട് അതിനിടയിൽ. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു സ്ട്രാറ്റജി തന്നെ ഇപ്പം മാറി, അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറി സ്റ്റുഡൻസിൻ്റെ. നേരത്തെ ആദ്യം വരുന്നതെല്ലാം ഓക്കെ, അവിടെ പോയാൽ ആ ഒരു പെർസെൻറ്റേജ് സാലറി ഹൈക്ക് കിട്ടും, ഇത്രയും അതാണിതാണ്. ഇപ്പോൾ കുട്ടികൾ കൂടുതലും നോക്കുന്നത് അവരുടെ സേഫ്റ്റി, അതുപോലെ തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ വേറൊരു കൺട്രി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അങ്ങനെയെല്ലാം നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ യൂറോപ്യൻ കൺട്രീസാണ് കൂടുതലുമായിട്ട് സ്റ്റുഡൻസ് ചോദിച്ചു വരുന്നത്. ഓക്കെ, അപ്പം ഏതാണോ നമ്മുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിനൊപ്പം ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസ് ഉണ്ട് എന്നുള്ളൊരു. തീർച്ചയായിട്ടും അതെ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈലും സ്റ്റഡി ചെയ്തിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കൺട്രി തന്നെയായിരിക്കും നമ്മൾക്ക് സ്പെസിഫൈ ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി നിങ്ങൾ ചോദിച്ചു വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ആ കൺട്രിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ പോയാൽ
നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി സാധ്യത അവിടെ കുറവാണ്. ചിലപ്പോൾ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലാംഗ്വേജ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് എല്ലാ കൺട്രിയും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. അപ്പോൾ നമ്മളൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യണമെന്നുമില്ല. അപ്പോൾ അതിലെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അസസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺട്രി പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഒരു വിദേശ പഠനത്തിന് എന്തൊക്കെ തരത്തിലുള്ളൊരു ഹെൽപ്പാണോ വേണ്ടത് അതിനൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസസ് എന്നാണ് നമുക്കിപ്പം സുസ്മിത മാമിൻ്റെ ഓരോ വാക്കുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. യെസ് ജോ, നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു പേരൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ പല കാര്യങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ എനിക്കൊരു ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്, ഓക്കെ കൊറിയ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, അവർ ചിലപ്പോൾ ഈ ടി വിയിൽ കാണുന്ന BTS കണ്ടോ അങ്ങനെയുള്ള ഇൻസ്പിറേഷനിലൊക്കെയാണ് കുട്ടികൾ വരുന്നത്. ഓക്കെ, കൊറിയ പോയാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് അവിടെ കാണുന്ന കാര്യം ജപ്പാൻ, കൊറിയ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എല്ലാ കൺട്രിയിലും നമുക്ക് സ്റ്റഡി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾക്കത് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിന് അത് നല്ലതാണോ? ഇപ്പോൾ കൊറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അതൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവരത് ആ ഒരു ഫാൻറ്റസിയിലായിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലി നമുക്ക് പറ്റുമോ, പോസിബിൾ ആണോ, നമ്മളെ പ്രൊഫൈൽ മാച്ചിങ് ആണോ, ഇത് ചിലപ്പം പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടെയാണ് ഒരു നല്ല ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു റോള് വരുന്നത്. നിങ്ങളുടെ പ്രൊഫൈല് മാച്ചിങ് ആണോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എങ്ങനെയാണ്. നമുക്കിപ്പം ഓരോ കൺട്രിക്കും ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്കൊന്നും അറിയില്ല. ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ പെട്ട കോഴ്സസ് ആണോ ഇവർ സെർച്ച് ചെയ്യുന്നത് എന്നും അറിയില്ലല്ലോ. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഒരു നല്ല കൺസൾട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത് അപ്പം ഒരാളുടെ ഒരു ആഗ്രഹം നമ്മൾ പലരും ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞിട്ടായിരിക്കും ഇന്ന കൺട്രി കൊള്ളാട്ടോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനോടുള്ള ഒരു ആഗ്രഹം നമുക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മറ്റൊരു ഏജൻസിയെ സമീപിച്ചാൽ ഓക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വിടാമെന്ന് വിചാരിക്കുന്നു. പല ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് അവരവിടെ ചെന്ന് പോയി പെട്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഏജൻസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻസിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ ഒരു വിസ എടുക്കുക എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ ഒരു ഏജന്റിന് അവിടെ റോളില്ല. ബിക്കോസ് പിന്നെ എല്ലാം സ്റ്റുഡൻസ് അവരവരുടെ രീതിയിൽ പോകുന്നു, യൂണിവേഴ്സിറ്റി എൻറോൾ ചെയ്യുന്നു, ജോലിക്ക് കയറുന്നു, അങ്ങനെയാണ്. പക്ഷേ FES അങ്ങനെയല്ല. ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അതിന് ശേഷമുള്ള ഒരു പാത്ത് വേയിൽ നമ്മൾ അവരുടെ കൂടെയുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ലെഗസിയിൽ നമുക്ക് വേൾഡ് വൈഡ് ഒരുപാട് ഓഫീസുകളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റുഡൻറ്റിനെ ഏത് പാർട്ട് ഓഫ് ദ വേൾഡ് ആണെങ്കിലും അവർക്കൊരു ഹെൽപ്പ് ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കൂടെ ഉണ്ട് എന്ന് ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസും പറയുന്നു, കൂടെയുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മളെ അറിഞ്ഞ് നമുക്ക് എന്താണോ ആവശ്യമെന്ന് അറിഞ്ഞ് നമ്മൾക്ക് കൂടെ നിൽക്കാനായിട്ട് ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് എഡ് ടെക് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസ് കൊച്ചി. മാം, നമ്മൾ വിദേശ പഠനത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ ഒരു FES ഒരു കുട്ടിയെ കൺസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സഹായമായി നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിദേശ പഠനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദേശ പഠനത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന പലരും പറഞ്ഞ് നമ്മൾ അറിയുന്ന കുറേ കാരണങ്ങൾ. ഇത് ചിലപ്പം തെറ്റിദ്ധാരണകളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഒരു രാജ്യത്ത് പോയി അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയാൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. സോ മാറേണ്ട തെറ്റിദ്ധാരണകൾ ഏതൊക്കെയാണ്, നമുക്ക് ഉള്ളിൽ വരേണ്ട ധാരണകൾ എന്തൊക്കെയാണ് ഈ വിദേശ പഠനത്തെക്കുറിച്ച്? ഓക്കെ, സോ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൂടുതലും ഈ ഏജൻസികൾ ചില കുട്ടികളുടെ ഇപ്പോൾ അവരുടെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾക്കൊരു യൂണിവേഴ്സിറ്റിക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ കുറഞ്ഞൊരു പെർസെൻറ്റേജ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇട്ടാൽ ചിലപ്പോൾ അവിടെ സെലക്ട് ആവണം എന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വിസയ്ക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ഒരു പ്രൊഫൈലിന് ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം ഇത്ര ഫണ്ട് വേണം, അല്ലെങ്കിൽ ഇത്ര IELTS സ്കോർ വേണം, ഇത്ര മാർക്ക് വേണം. അപ്പം ഇതിനെ എല്ലാം താഴെ നിൽക്കുന്ന ഒരു പ്രൊഫൈല് നമ്മൾ എത്ര ഫോഴ്സ് ചെയ്ത് നമ്മൾ ഇട്ടാലും അത് അവിടെ ഒരു റിജക്ഷൻ വരും. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് കൺസൾട്ടൻസികൾ അല്ലെങ്കിൽ ഏജൻസികൾ ഇതുപോലെ തെറ്റിദ്ധാരണകൾ കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ അവർ പറയും ഇല്ല അത് കുഴപ്പമില്ല, പെർസെൻറ്റേജ് കുഴപ്പമില്ല, നമുക്ക് ഇട്ടാം, വിസ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എനിക്കറിയില്ല അതിൻ്റെ പുറയിൽ അവർക്ക് എന്താ മോട്ടീവ് എന്ന്, പക്ഷെ എന്നാലും അങ്ങനെ ഒരുപാട് മിസ്ലീഡ് ചെയ്യാറുണ്ട്.
പക്ഷേ എനിക്ക് ഇത്രേ പറയുള്ളൂ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്ന് എനിക്ക് ഇന്ന ഒരു യൂണിവേഴ്സിറ്റി വേണം എന്ന് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിക്ക് സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈല് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതവിടെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അതൊരു മിസ്ലീഡിങ് ആണ്. ഓക്കെ, നമ്മളതൊരു റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരുടെ ഫ്യൂച്ചറിനെയാണ് അത് ബാധിക്കുന്നത് അല്ലേ. അപ്പം അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം അത് നമ്മളെ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു അഷുറൻസ് അവിടെ കൊടുക്കാൻ പോകും. അല്ല അതുപോലെ തന്നെ വിസ 100% വിസ ഗ്യാരണ്ടി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു വിസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല അല്ലേ. പക്ഷേ നമ്മൾ അതിലേക്ക് എല്ലാ രീതിയിലും ആ ഒരു പ്രൊഫൈലിനെ നമ്മൾ എത്തിക്കുക എന്നതാണ് ഒരു നല്ലൊരു ഏജന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇത്രയും തെറ്റിദ്ധാരണകളുണ്ട്, അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും നല്ലതായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റുഡൻസ് ഇപ്പം ഏജന്റ് പറഞ്ഞാലും സ്റ്റുഡൻറ്റും അതിനെക്കുറിച്ചൊരു പഠനം ചെയ്യണം. ഇപ്പോൾ ഗൂഗിളിലെല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമ്മളൊരു സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് എന്താണ്, ഓക്കെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ റെക്കഗ്നിഷൻ ഉണ്ടോ, ഓക്കെ ചില യൂണിവേഴ്സിറ്റീസ് എല്ലാം ഓരോ കോഴ്സിന് അക്രിഡേഷൻസ് കൊടുക്കും. അപ്പോൾ അക്രിഡേഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നാളെ ഒരു ജോലിക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ റെസ്യൂമിൽ ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന കോഴ്സാണ് പഠിച്ചത്, അത് അക്രിഡേറ്റഡ് ആണെന്ന് അറിയുമ്പോൾ അതിൽ തന്നെ വളരെ വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ഓക്കെ ആ കോഴ്സ് അക്രിഡേറ്റഡ് ആണ്, അങ്ങോട്ട് പൊയ്ക്കോളൂ. നമ്മളും അതിൻ്റെ കൂടെ ഏജന്റ് പറയുന്ന കൂടെ തന്നെ ഒരു റിസർച്ച് ചെയ്ത് 100% ഷുവർട്ടി നമ്മളും എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ബേസിക് റീസൺ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത് പേരൻസ് ആണ്. സോ ഈ ഒരു വൈദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അതെ, ഇവിടെ കൂടുതലും പേരൻസിൻ്റെ ഒരു 100% സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒരു സ്റ്റുഡൻറ്റിന് ഒരു സ്റ്റഡി ഓപ്ഷൻസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എബ്രോഡിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ ആ സ്റ്റുഡൻറ്റ് +2 കഴിഞ്ഞാൽ ഒട്ടും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കുട്ടികളല്ലേ. അപ്പോൾ അവർക്കെല്ലാം കൂടുതലും ഒരു UG കോഴ്സിന് പോകുമ്പോൾ ആ സ്ഥലത്ത് അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങൾ ഇതെല്ലാം പേരൻസിനും ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളായിരിക്കും. അവർ സേഫ് ആണോ അല്ലേ, ഒരു പുതിയ രാജ്യത്ത് പോവുകയാണ്, ചിലപ്പം കേരളം വിട്ടു പോയിട്ടുള്ള കുട്ടികളായിരിക്കില്ല. അപ്പോൾ അവർ ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ എങ്ങനെ, അപ്പം ഇതുപോലുള്ളതെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ നമുക്ക് അക്കോമഡേഷൻ എടുത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ 100% സേഫാണ്, അവർക്ക് എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് പേരൻസിൻ്റെ കൺസേൺ. പിന്നെ ഈ ഫിനാൻഷ്യൽ ഹെൽപ്പ്, അപ്പോൾ പേരൻസിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പിലാണ് ഈ സ്റ്റുഡൻസ് എല്ലാം പോകുന്നത്. അപ്പോൾ അതിലും നമ്മൾക്ക് അവർക്ക് കംപ്ലീറ്റ് ആ സ്ട്രക്ചർ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്, എത്ര എക്സ്പെൻസ് ആണ് വരുന്നത്, മന്ത്ലി എത്ര എക്സ്പെൻസ് വരും. അപ്പോൾ അവർക്ക് അതെല്ലാം മനസ്സിലാക്കിയാലേ ഫ്യൂച്ചറിലേക്കും അവർക്കൊരു പ്ലാനിങ്ങിൽ ഈ ഒരു കുട്ടിയുടെ സ്റ്റഡിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ബേസിക് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കുട്ടി, ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിറ്റി അവർ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ ഗ്രേഡ് എന്ത് മാത്രമാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. ഏജൻറ്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ട്, പേരൻസ് ആഫ്റ്റർ ഓൾ അവരാണ് ഒരു ഡിസിഷൻ ഫൈനലി എടുക്കുന്നത്. ഓൾമോസ്റ്റ് പേരൻസ് ആയിരിക്കും ഒരു കുട്ടിയുടെ ലൈഫിൽ. അപ്പം അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം, അവരെന്തൊക്കെ ഹെൽപ്പ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. SK ജംഗ്ഷനിലൂടെ ഇനിയും ധാരാളം കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദേശ പഠനത്തെക്കുറിച്ചാണ്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് സുസ്മിത ചന്ദ്രൻ, എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മെന്റ് എഡ്യൂക്കേഷണൽ സർവീസ് കൊച്ചി. മാം, നമ്മൾ വിദേശ പഠനത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇനി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ സഹായത്തോടെ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്തു, ഈ ഒരു കൺട്രിയിൽ പോകാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നൽകുന്ന ചില പ്രോസസ്സ് ഉണ്ട്, ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ചില സ്റ്റെപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഒരു end-to-end പ്രോസസ്സ് FES ഒരു സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു അസസ്മെൻറ്റ് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡോക്യുമെൻറ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് ഓരോ കൺട്രിക്കും ഓരോ കോഴ്സിനും ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ ഒരു ബാച്ചിലർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും, മാസ്റ്റർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റും വേറെ വേറെയാണ്.
അപ്പം അതിൽ തന്നെ മെയിനായിട്ട് വരുന്നത് അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പം നമുക്കിവിടെ നമ്മളുടെ ഇവിടുത്തെ 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് മെയിനായിട്ട് ഒരു ബാച്ചിലർ കോഴ്സിന് പോകുന്നത്. പിന്നെ കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. എല്ലാത്തിൻ്റെയും നമ്മളൊന്നും ഹാർഡ് കോപ്പി അല്ല, എല്ലാത്തിൻ്റെയും ക്ലിയർ സ്കാൻ കോപ്പീസ് നമ്മൾ മെയിൽ കളക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു വെരിഫിക്കേഷൻ ചെക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഡിജി ലോക്കർ പോലെയുള്ള സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഫ്രോഡുലൻസി കേസസ് ഒക്കെ പലയിടത്തും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ ചെക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സ്, അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് വേണം. പിന്നെ നമുക്ക് റെഫറൻസ് ലെറ്റേഴ്സ് വേണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് വൈ വി ആർ ചൂസിങ് ദിസ് കോഴ്സ്, വൈ ദിസ് കൺട്രി, and what is my profile and what is my future aspect. So we make sure that the student write it by themselves. Okay, because നമുക്ക് ഒരുപാട് പേര് ഇപ്പോഴത്തെ ഒരു രീതിയിൽ AI-യുടെ ഹെൽപ്പും ChatGPT-യുടെ ഹെൽപ്പും വെച്ചിട്ടൊക്കെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷേ അത് അവർക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ, ഒരു ഗുണവും ചെയ്യില്ല. ബിക്കോസ് നാളെ ഒരു അവസരത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൽ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരോടൊരു ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവരിത് എഴുതിയില്ലെങ്കിൽ അവർക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കോപ്പി പേസ്റ്റ് ചെയ്ത സാധനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമ്മളൊരു സ്റ്റുഡൻറ്റിന് കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കും. പിന്നെ അവർ നോർമലി നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വരൂ. ഓക്കെ, അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വേറൊരാളുടെ സാമ്പിൾ എടുത്ത് ചിലപ്പോൾ ചിലവർ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പം പേര് തന്നെ മാറ്റാൻ മറന്നു പോകും. അപ്പോൾ അതുപോലുള്ള കേസസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എൻകറേജ് ചെയ്യാറില്ല. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് SOP ഒക്കെ ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നോക്കുന്ന ഡോക്യുമെൻ്റാണ്. സോ ഇതിലെല്ലാം നമ്മൾ നമ്മളുടെ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഒരു SOP ക്രിയേഷൻ, അതുപോലെ റെഫറൻസ് ലെറ്റർ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒന്നും ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അതെല്ലാം നമ്മൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെക്ക് എല്ലാം ചെയ്യും. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് UG ആണെങ്കിലും PG ആണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പം മാസ്റ്റേഴ്സ് പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, അതായത് IELTS. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കൺട്രീസും യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ട്. അതില്ലാതെ വേറെ ടെസ്റ്റുകൾ എടുക്കുന്ന അല്ലെങ്കിൽ 12th ഇംഗ്ലീഷ് വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ ആ കുട്ടി ഏത് യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഇടണോ എന്നത് ബേസ് ചെയ്ത് നമ്മൾ ആ ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിതെല്ലാം ഓക്സിലറി സർവീസസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നു. അതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരുന്നു. ഈ ഓഫർ ലെറ്റർ നമുക്ക് കണ്ടീഷണലും അൺകണ്ടീഷണലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനുള്ള ഹെൽപ്പ്. അത് കഴിഞ്ഞാണ് നമ്മളൊരു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൺട്രി അനുസരിച്ച് ഇതിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ചില കൺട്രിക്ക് PCC വേണം, ചില കൺട്രിക്ക് മെഡിക്കൽസ് അതിന് മുമ്പ് എടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റമുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അസസ്മെൻറ്റ് കൊടുത്ത് ടൈംലി നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കും. ബിക്കോസ് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വിളിച്ചിട്ടല്ലല്ലോ നമ്മളൊരു ഇത് കൊടുക്കേണ്ടത്. ടൈംലി അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം സ്റ്റുഡൻസിനെയും പേരൻസിനെയും അവരെയും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു വിസ വരെയുള്ള പ്രോസസ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈച്ച് പ്രോസസ്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേട്ട് അറിഞ്ഞു. ഇപ്പോൾ മാം പറഞ്ഞു അത്യാവശ്യമായിട്ട് വേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ്, ടെസ്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഹെൽപ്പ് ചെയ്യുന്നത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വിദേശ പഠനവുമായിട്ട്. അതൊക്കെ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് വിദേശ പഠനത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്നത് സുസ്മിത ചന്ദ്രൻ,
എക്സ്പീരിയൻസ്ഡ് EdTech സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹെഡ് കൗൺസിലർ ഓഫ് ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസ് കൊച്ചി. മാം, എന്താണ് ഒരു വിദേശ പഠനം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നൽകുന്ന ബെനഫിറ്റ്സ് എന്താണ്, ഒരു സ്റ്റുഡൻറ്റിനെ അതെങ്ങനെ മാറ്റിമറിക്കുന്നു, ലൈഫ് ചേഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. അപ്പം ഇനി മാമിനോട് ചോദിക്കാറുള്ളത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് മാമിന് ഇനി പറയാനായിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ് നമ്മളുടെ ആ ഒരു ലെഗസി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിദേശ പഠനം നടത്തുമ്പോൾ ആദ്യം വരുന്ന കുറേ സംശയങ്ങളുണ്ട്. ഓക്കെ, സേഫ്റ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നാൽ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും, ഞാൻ അവിടെ സേഫ് ആണോ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള സംശയങ്ങളാണ് പേരൻസിനും സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് തരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് വൈഡ് നമുക്ക് ഒരുപാട് ഓഫീസുകൾ ഉള്ളതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ആഫ്റ്റർ സ്റ്റഡീസ് ഓൾസോ വി ക്യാൻ അഷ്യൂർ ദാറ്റ്. അത് വെറുതെ ഒരു വാക്കാൽ പറയുന്നതല്ല, പ്രാക്ടിക്കലി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ട്രാൻസ്പെറൻസിയാണ്. അതായത് നമ്മുടെ എൻറ്റയർ പ്രോസസ്സിലും നിങ്ങൾക്ക് ആ ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഹിഡൻ ചാർജസോ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ഒരു ട്രാൻസ്പെറൻസിയിൽ തന്നെ. യെസ്, അജണ്ടാസും ഒന്നുമില്ല, ഒന്നും ഹിഡൻ അല്ല. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ്. സോ എവറിത്തിങ് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ള പ്രോസസ്സും അപ്ഡേറ്റ്സും എല്ലാം എനി ടൈം യു ക്യാൻ കണക്ട് വിത്ത് us. ആ ഒരു ഹെൽപ്പ് 100% ഒരു അഷ്വറൻസും ഞങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ മാം, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ ഒരു ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും? തീർച്ചയായിട്ടും നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു 1 ലൈൻ ഇൻഫർമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരും. ഓക്കെ, അതിലിപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ അല്ലെങ്കിൽ വേറൊരു ടൈം അവർ ഫിക്സ് ചെയ്തിട്ട് ആ ടൈമിലായിരിക്കും. ഇല്ലെങ്കിൽ വിളിക്കുന്ന സമയത്ത് ഫ്രീ ആണെങ്കിൽ അപ്പോൾ തന്നെ കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും, ഒരു ഡിലേ അവിടെ വരില്ല. അപ്പോൾ ഞാൻ ആ നമ്പർ പറയാം, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോളൂ. 999-505-1000. ഒന്നും കൂടെ പറയാം, 999-505-1000. അതുപോലെ നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറിയാലും നിങ്ങൾക്ക് ഓരോ കൺട്രി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് എക്സ്പാൻഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് കൺട്രി സ്പെസിഫൈഡ് ആയിട്ട് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അതിൽ എൻക്വയറി ഫോം ഉണ്ട്. എൻക്വയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. വെബ്സൈറ്റും കൂടെ ഞാൻ പറയാം, www.fesstudyabroad.com. www.fesstudyabroad.com. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഓവർസീസ് എഡ്യൂക്കേഷനുമായിട്ട് എന്തൊരു സഹായം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാം തീർച്ചയായിട്ടും. ഫ്രാഗ്മൻ എഡ്യൂക്കേഷണൽ സർവീസ്. അപ്പോൾ എന്തായാലും മാം, താങ്ക് യു സോ മച്ച്. എന്താണ് ഒരു വിദേശ പഠനം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് എന്തുമാത്രമാണ്, ഏതൊക്കെയാണ് തുടങ്ങിയതൊക്കെ മാം ഭയങ്കര ക്ലിയർ കട്ടായിട്ട് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇവരെ തന്നെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു ഇൻഹിബിഷൻ ആക്ച്വലി വന്നിട്ടുണ്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് മാം പറയുന്നു, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് നമുക്കൊരു അഷ്വറൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. അപ്പം അയ്യോ എനിക്ക് കുറച്ച് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറവാണ്, അതൊന്നും ഒരു പ്രോബ്ലം അല്ല. വി ഹാവ് സൊല്യൂഷൻ ഫോർ എവറി പ്രൊഫൈൽ. സോ ഡോണ്ട് വറി, കം ടു us. ഓക്കെ, ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ മാം. താങ്ക് യു ജോ, ഇറ്റ് വാസ് നൈസ് സ്പീക്കിംഗ് ടു യു. താങ്ക് യു. ജോയുടെ ഡൗട്ടും എല്ലാം ഞാൻ ക്ലിയർ ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി നമുക്ക് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങൾ, അതിനകത്ത് എന്റെയും കൂടെ സംശയങ്ങൾ ഒന്ന് കൂട്ടിക്കലർത്തി ചോദിച്ചു മാം ക്ലിയർ ആയിട്ട് എല്ലാത്തിനും ഉത്തരം നൽകി. യെസ്, അപ്പം ഇതുപോലെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല വിധമായിട്ടുള്ള കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ കേൾക്കാവുന്നതാണ്. എന്നാലും ഇന്നത്തെ നമ്മുടെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് RJ Jo signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.